ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് എന്ത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. വീഡിയോ യൂസ്ഫുൾ ആണ്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിടിച്ചോ. അബ്ദുൽ കലാം, നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ചെറുപ്പത്തിലെ കഥയാട്ടോ അത്. അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ രാമേശ്വരം ഇൻ 1931. രാമേശ്വരം എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് ഇദ്ദേഹം ജനിച്ചത്. വെൻ ഹി വാസ് 8 years old, 8 വയസ്സായിരുന്നപ്പം വേൾഡ് വാർ 2 എഫക്റ്റഡ് ദ ഡെയിലി ലൈഫ് ഓഫ് ഹിസ് ലാർജ് ഫാമിലി. അപ്പോൾ വേൾഡ് വാർ 2ൻ്റെ സമയമായിരുന്നു. അപ്പം എല്ലാ ഫാമിലികൾക്കും അന്ന് ബുദ്ധിമുട്ടായിരുന്നു ഇന്ത്യയിൽ. കാരണം എന്താണ്, ഈ വേൾഡ് വാർ കാരണം എന്താണ്, മൊത്തത്തിൽ ലോകത്തിൽ വയലൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്ന പല പല ഇമ്പോർട്ട്സും പല പല ഭക്ഷണങ്ങളും പല പല കാര്യങ്ങൾക്കും എന്താണ് ക്ഷാമം വരികയും അങ്ങനെ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഫാമിലിക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ നെസസറി തിങ്സ് ബിക്കെയിം ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. ഭക്ഷണവും ക്ലോത്ത്സും ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കലാം നോട്ടീസ് ദാറ്റ് ഹിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ വർ ഈറ്റിംഗ് ലെസ് സോ ദാറ്റ് ചിൽഡ്രൻ വുഡ് ഹാവ് ഇനഫ് ഫുഡ്. അപ്പോൾ അമ്മൂമ്മയൊക്കെ എന്താണ് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. കാരണം എന്താണ്, മൊത്തത്തിൽ ഭക്ഷണം കുറവായിരുന്നു. അപ്പോൾ കുട്ടികൾ കുറച്ച് കൂടുതൽ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഈ പ്രായമുള്ളവരൊക്കെ ഭക്ഷണം കുറവാണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ് വേർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലൂടെയായിരുന്നു എല്ലാവരും പുറത്തത്തെ ഈ വേൾഡ് വാർ 2നെ പറ്റിയിട്ടും ഇന്ത്യയിൽ മൊത്തത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നത്. കാരണം അന്നും ഞായറാഴ്ച 1931 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടിയില്ല, അന്നും ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു അല്ലേ. കലാംസ് കസിൻ ഷംസുദ്ദീൻ റാൻ ദി ഒൺലി ന്യൂസ് പേപ്പർ ഏജൻസി ഇൻ രാമേശ്വരം. അപ്പം കലാമിൻ്റെ കസിനായിരുന്നു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു അവിടെയുള്ള ഒരൊറ്റ എന്തുണ്ടായിരുന്നുള്ളൂ, ന്യൂസ് പേപ്പർ ഏജൻസി ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്ന സർവീസ് അല്ലേ. മൂപ്പര് മാത്രമായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. ഏർലിയർ ന്യൂസ് പേപ്പേഴ്സ് കെയിം ബൈ ട്രെയിൻ ആൻഡ് വെർ കളക്റ്റഡ് ഫ്രം ദി സ്റ്റേഷൻ. അപ്പോൾ ഇതിന് മുൻപ് ട്രെയിനിൽ ന്യൂസ് പേപ്പേഴ്സ് ബണ്ടിലായിട്ട് വരും. അപ്പം നമ്മുടെ ഷംസുദ്ദീൻ പോയിട്ട് എന്ത് എടുക്കും, എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. ഇതായിരുന്നു സംഭവം. ഡ്യൂറിങ് ദ വാർ, പക്ഷേ വാർ തുടങ്ങിയ സമയം ദ ട്രെയിൻ സ്റ്റോപ്ഡ് ഹോൾട്ടിങ് അറ്റ് രാമേശ്വരം. രാമേശ്വരത്തെ ട്രെയിൻ സ്റ്റോപ്പ് എന്ത് ചെയ്തു, അതങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ ട്രെയിൻ അവിടെ നിൽക്കുന്നില്ല. ദി ന്യൂസ് പേപ്പർ ബണ്ടിൽസ് വെർ ദെൻ ത്രോൺ ഓൺ ടു ദി പ്ലാറ്റ്ഫോം ഫ്രം ദി മൂവിങ് ട്രെയിൻ. പക്ഷേ ന്യൂസ് പേപ്പർ അവിടെ എത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്, ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. മൂവിങ് ട്രെയിനിൽ കൊണ്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞ് ഇവർ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിരുന്നു ചെയ്തു. ഷംസുദ്ദീൻ ഓഫേർഡ് കലാം ദി ജോബ് ഓഫ് കളക്ടിങ് ആൻഡ് ഡെലിവറിങ് ദ ബണ്ടിൽസ്. അപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്ന പണി ഞാൻ നിനക്ക് തരാം. കലാം ഹാപ്പിലി അക്സെപ്റ്റഡ് ഇറ്റ് ബിക്കോസ് ഹി വാണ്ടഡ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി. കലാം സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്തു. എവറി മോർണിംഗ് ഹി വോക്ക് അപ്പ് ബിഫോർ ഡോൺ. പുലർച്ചയ്ക്ക് മുൻപ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റുമായിരുന്നു. ടുക്ക് എ ബാത്ത്, കുളിച്ച്, അറ്റൻഡഡ് മാത്തമാറ്റിക്സ് ട്യൂഷൻ കഴിഞ്ഞ് എന്നിട്ടാണ് ഇതിനൊക്കെ പോകുന്നത്. ഇതിന് നേരെ പോവല്ല, ഹി ദെൻ വെൻ ടു ദി അറബിക് സ്കൂൾ. അപ്പോൾ അറബിക്ക് പഠിക്കാൻ വേണ്ടി അറബിക് സ്കൂളിൽ പോകും വിത്ത് ഹിസ് ഫാദർ. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ടു ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് വെയിറ്റഡ് അറ്റ് ദി കറക്റ്റ് പ്ലേസ് ഫോർ ദി ബണ്ടിൽസ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട്, അതായത് രാവിലെ എണീറ്റ് കുളിച്ച് മാത്സിൻ്റെ ട്യൂഷൻ ക്ലാസ്സും കഴിഞ്ഞ് അറബിക് ക്ലാസ്സും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ ഈ പേപ്പറിൻ്റെ ബണ്ടിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. കലാം കളക്റ്റഡ് ദി ബണ്ടിൽസ്, ഡിവൈഡ് ദി ന്യൂസ് പേപ്പേഴ്സ് അക്കോർഡിംഗ് ടു ദ ഡിഫറെൻറ്റ് ഏരിയാസ്. ഓരോ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആൻഡ് ഡെലിവേർഡ് ദം അറൌണ്ട് രാമേശ്വരം. അത് എന്നിട്ട് പോയിട്ട് രാമേശ്വരത്തെ എല്ലാ വീടുകളിലും എത്തിക്കും. ഹി ഫിനിഷ് ദ വർക്ക് ബൈ 8 o'clock. അപ്പോൾ രാവിലെ ഒരു ഓൾമോസ്റ്റ് 5 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോഴാണ് ഈ പരിപാടിയൊക്കെ തീരുക. 8 ബ്രേക്ക്ഫാസ്റ്റ്, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ആൻഡ് വെൻ ടു സ്കൂൾ. ഇത് സ്കൂളിൽ പോവുകയും ചെയ്യും. ഇൻ ദി ഈവനിങ്, വൈകുന്നേരം വന്നു കഴിഞ്ഞാലോ, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീണ്ടും രസമാണ്. ഹി കളക്റ്റഡ് മണി ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് ഹെൽപ്പ് ഷംസുദ്ദീൻ വിത്ത് ദി അക്കൗണ്ട്സ്. തിരിച്ച് ഓരോ വീടുകളിൽ പോയിട്ട് പൈസ കളക്ട് ചെയ്ത്, ന്യൂസ് പേപ്പറിൻ്റെ പൈസ കളക്ട് ചെയ്ത് ഷംസുദ്ദീൻ അടുത്ത് പോയിട്ട് അക്കൗണ്ട്സിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ട് അതും ചെയ്യും. ഹി ഓൾസോ ലിസൺ ടു ദി ഡേയ്സ് ന്യൂസ് വിത്ത് ഷംസുദ്ദീൻ ആൻഡ് ജലാലുദ്ദീൻ. അന്നത്തെ ന്യൂസും വാർത്തകളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദി വർക്ക് മെയ്ഡ് കലാം ടയർഡ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കുക, രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം 7 മണി വരെ എങ്കിലും എന്താണ് ഫുൾ പണിയും സ്കൂളുമാണ്. അപ്പോൾ ടയേർഡായി, പക്ഷേ ബട്ട് ഹി എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ ഈ ഹാർഡ് വർക്ക് മുമ്പ് എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹി ലേൺ പങ്ക്ച്വാലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഹാർഡ് വർക്ക് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. ഈ ക്വാളിറ്റീസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഈ ഒരു ജോബ് ഹെൽപ്പ് ചെയ്തു. ഹി ഓൾസോ ഫെൽ പ്രൗഡ് ബിക്കോസ് ഹിസ് ഏർണിങ്സ് ഹെൽപ്പ് ഹിസ് ഫാമിലി. മാത്രമല്ല ഈ ഒരു പൈസ, ഈ ഒരു വരുമാനം കൊണ്ട് സ്വന്തം കുടുംബത്തിന് കുറേ ഹെൽപ്പ് ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റുകയും ചെയ്തു, ഇത്രയും ചെറിയ 8 വയസ്സെന്ന് പറഞ്ഞ പ്രായത്തിൽ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് സ്റ്റോറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായാൽ ബേസിക്കലി എന്താണുള്ളത്, കലാം അന്നത്തെ
വേൾഡ് വാർ 2 എങ്ങനെയാണ് ഓരോരോ കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്തത്, അതുവഴി കലാമിൻ്റെ സ്വന്തം കുടുംബത്തെ എഫക്റ്റ് ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. രാവിലെ എണീക്കുന്ന കാര്യം, പിന്നെ എന്താണ് ഫസ്റ്റ് മാത്തമാറ്റിക്സ് ട്യൂഷന് പോകുന്ന കാര്യം, പിന്നെ അറബിക് സ്കൂളിൽ പോകുന്ന കാര്യം, പിന്നെ ഈ പണി ചെയ്ത് 8 മണിക്ക് വന്ന് പിന്നെ സ്കൂളിൽ പോകുന്ന കാര്യം, വൈകുന്നേരം തിരിച്ച് വീണ്ടും അതിൻ്റെ ബാക്കി ചെയ്യുന്ന കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അബ്ദുൽ കലാമിൻ്റെ ഡിറ്റർമിനേഷൻ, ഒരു പെർസീവിയറൻസ് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി എന്ത് നിങ്ങൾക്ക് ചോദ്യം വന്നാൽ എഴുതാൻ പറ്റും, ഡയറി എൻട്രി വന്നാൽ എഴുതാൻ പറ്റും, ലെറ്റർ റൈറ്റിംഗ് വന്നാൽ എഴുതാൻ പറ്റും, ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള കണ്ടന്റ് ഇവിടുന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നതല്ല, കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, പോയി പരീക്ഷ തകർത്ത് എഴുതുക. ബാക്കിയുള്ള ഈ ചാനലിലെ വീഡിയോസ് കാണാം. ഓൾസോ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഓഫർ ഉണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.